വർഷങ്ങൾ കടന്നുപോയി. കാലം ഒരാളെയും കാത്തു നിൽക്കില്ല. എന്നാൽ കണ്ണനും രാധികയും തമ്മിലുള്ള ആ പകുതി നിൽക്കുന്ന പ്രണയം സമയം ഓടിയെങ്കിലും മനസ്സുകളിൽ നിന്ന് ഒരിക്കലും മായ്ച്ചില്ല. കണ്ണൻ ഇനി 19കാരനല്ല, ജീവിതത്തിന്റെ കഠിനതകൾ പഠിച്ച ശാന്തമായ ഒരു മനുഷ്യനായി മാറി. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പഠനം പൂർത്തിയാക്കി ഒരു നല്ല ജോലി നേടി. പുറമേ എല്ലാം നന്നായിരുന്നെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യതയുണ്ടായിരുന്നു. രാധികയുടെ ഓർമ്മകൾ. വലിയ കോയിക്കൽ തറവാട്ടിൽ ഇപ്പോൾ ആളുകൾ കുറവായി. തറവാടുകാരനവരും പരമേശ്വരക്കുറുപ്പും ഇനിയില്ല. അമ്മമ്മയും പഴയ ഓർമ്മകളുമായി ശാന്തമായി കഴിയുന്നു. കണ്ണന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ഗോപു വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നു. കുഞ്ഞമ്മ പഠനാവശ്യത്തിനായി മക്കളോടൊപ്പം വിദേശത്താണ്. ഓരോ ദിവസവും തന്റെ ജോലികളിൽ അവൻ സംതൃപ്തി കണ്ടെത്തി. ജീവിതം മുന്നോട്ടു പോയി. പക്ഷേ ഹൃദയത്തിന്റെ ഒരു ഭാഗം എപ്പോഴും പൂക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആ ഉത്സവ ദിവസങ്ങളിലും രാധികയുടെ ചിരിയിലും കുടുങ്ങിയതായിരുന്നു. പലവട്ടം അവൻ പഴയ തറവാടിലേക്ക് തിരികെ പോയി. ഓരോ സന്ദർശനവും അവനിൽ ഓർമ്മകളുടെ തിരമാലകൾ മാത്രം ഉയർത്തി. അച്ഛനും അമ്മയും മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുവെങ്കിലും കണ്ണൻ തയ്യാറായില്ല. രാധിക അമേരിക്കയിൽ സെറ്റിൽഡായി. നൃത്തം അവളുടെ ജീവിതമായി മാറി. വേദികളിൽ അവൾ ചിരിച്ചു, കയ്യടി നേടി. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു നിശബ്ദ വേദന ഉണ്ടായിരുന്നു. അവസാനമായി കാണാൻ സാധിക്കാതിരുന്ന തന്റെ പ്രിയപ്പെട്ട കണ്ണേട്ടന്റെ മുഖം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. പലപ്പോഴും കണ്ണേട്ടനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മഹേശ്വരി അതിന് തടയിട്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പൂക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ വീണ്ടും ഒരു വലിയ ഉത്സവം. തറവാടിന്റെ പഴയ ഭംഗി കുറച്ചെങ്കിലും ഓർമ്മകൾ അതേപോലെ നിലനിന്നു. ആ ഉത്സവത്തിൽ ഒരു പ്രത്യേക നൃത്ത പരിപാടി ഉണ്ടെന്ന് ഗ്രാമം മുഴുവൻ സംസാരിച്ചു. വിദേശത്തു നിന്ന് പ്രശസ്തയായ ഒരു നർത്തകി വരുന്നു എന്നെല്ലാവരും പറഞ്ഞു. ആ രാത്രി വേദിയിലെത്തുന്നത് തന്റെ പ്രിയപ്പെട്ട രാധികയാണെന്ന് കണ്ണൻ നേരത്തെ അറിഞ്ഞിരുന്നു. കണ്ണൻ ജനക്കൂട്ടത്തിനിടയിൽ നിന്നു. ആദ്യം വിശ്വസിക്കാൻ പോലും കഴിയാതെ അവൻ അവളെ നോക്കി. അവളും നൃത്തത്തിനിടയിൽ ജനക്കൂട്ടത്തിലേക്ക് നോക്കിയപ്പോൾ തന്റെ കണ്ണേട്ടന്റെ കണ്ണുകളെ കണ്ടു. പരിപാടി കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ പുറകിലെ പഴയ കുളത്തിനരികിൽ അവർ കണ്ടുമുട്ടി. കണ്ണേട്ടാ, രാധികെ. വാക്കുകൾ കുറവായിരുന്നു, പക്ഷേ വികാരങ്ങൾ അതിരില്ലാത്തവ. രാധിക അവനോട് പറഞ്ഞു, അന്ന് സ്റ്റേഷനിൽ ഞാൻ കണ്ണേട്ടനെ കാത്തിരുന്നു. വന്നില്ലെന്ന് ഞാൻ കരുതി. കണ്ണൻ ചിരിച്ചു, കണ്ണുനീർ നിറച്ചു. ഞാൻ വന്നു, പക്ഷേ ട്രെയിൻ പോയി. അവൾ പിന്നീടൊന്ന് നിശബ്ദമായി നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ഞാൻ കണ്ണേട്ടനായി എന്റെ ഓർമ്മയ്ക്കായി ഒരു ചെറിയ കാര്യം വെച്ചിരുന്നു. അവളത് പറഞ്ഞതും കണ്ണൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ മങ്ങിപ്പോയ തൂവാല പുറത്തെടുത്തു. ഇത് തന്നെയാണോ? രാധിക ഞെട്ടി. കണ്ണേട്ടൻ ഇത് കണ്ടോ? വർഷങ്ങൾക്ക് ശേഷം ആ സ്റ്റേഷനിൽ പോയപ്പോൾ കണ്ടു. അപ്പൊ മനസ്സിലായി, നമ്മുടെ കഥ ഇനി അവസാനിച്ചിട്ടില്ല, വീണ്ടും തുടരുമെന്ന്. അവൾ നിശബ്ദമായി കരഞ്ഞു. കണ്ണനും രാധികയും വീണ്ടും കണ്ടുമുട്ടിയ ആ രാത്രിക്ക് ശേഷം അവരുടെ ജീവിതത്തിലെ നിശബ്ദത മാറി തുടങ്ങി. പഴയ വേദനകളെല്ലാം മൃദുവായ ഒരു ഓർമ്മയായി മാറി. രാധിക കുറച്ചു ദിവസങ്ങൾക്കായി നാട്ടിൽ തന്നെ നിന്നു. ഓരോ ദിവസവും അവർ പഴയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. തറവാടിന്റെ നടുമുറ്റം, കുളം, പഴയ ക്ഷേത്രവഴി, ബാല്യത്തിലെ ഓരോ നിമിഷവും വീണ്ടും ജീവിക്കുന്നത് പോലെ. ഒരു വൈകുന്നേരം മഴ പെയ്യുന്ന സമയത്ത് തറവാടിന്റെ മുന്നിലിരുന്ന് രാധിക ചോദിച്ചു, കണ്ണേട്ടാ, നമ്മളിങ്ങനെ വീണ്ടും ഒന്നായി നിൽക്കുന്നത് വിധിയാണോ, അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്നതിന്റെ ഫലമാണോ? കണ്ണൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, ഇവ രണ്ടും ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തന്നെ വിട്ടുകളയില്ല. ആ വാക്കുകൾ രാധികയുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പായി. എന്നാൽ ജീവിതം എപ്പോഴും എളുപ്പമല്ലല്ലോ. രാധികയുടെ കുടുംബം അമേരിക്കയിലായതിനാൽ അവളുടെ ജീവിതവും കരിയറും അവിടെ തന്നെയായിരുന്നു. കണ്ണൻ തന്റെ ജോലിയുമായി ഇവിടെയും. വീണ്ടും ഒരിക്കൽ ദൂരവും തീരുമാനങ്ങളും അവരുടെ മുന്നിൽ നിന്നു. കണ്ണൻ തന്റെ മനസ്സിലെ കാര്യം തുറന്നു പറഞ്ഞു, നമുക്ക് വേർപിരിഞ്ഞ് ജീവിക്കാൻ ഇനി കഴിയില്ല രാധികയെ. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. രാധിക കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, ഞാൻ നൃത്തം എവിടെയായാലും തുടരാൻ കണ്ണേട്ടാ. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കണം. അവരുടെ തീരുമാനം വ്യക്തമായിരുന്നു. കുറച്ചു ദിവസങ്ങൾ രാധിക അവിടെ തന്നെ തങ്ങി. തിരിച്ചു വരുമെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട കണ്ണേട്ടന് ഉറപ്പു നൽകി അമേരിക്കയിലേക്ക് തന്നെ മടങ്ങി രാധിക. ഒരു വർഷത്തിനു ശേഷം പൂക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ വീണ്ടും ഒരു ഉത്സവം വന്നു. ഈ പ്രാവശ്യം ഒരു നൃത്തപരിപാടി അവതരിപ്പിക്കാനെത്തുന്ന നർത്തകിയായിട്ടല്ല രാധിക എത്തുന്നത്. തന്റെ പ്രിയപ്പെട്ട കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ എത്തുന്ന വധുവായിട്ടാണ്. അതെ,
കണ്ണനും രാധികയും വിവാഹിതരാകുന്ന ആ ദിനം. തറവാടിന്റെ പഴയ ചുവരുകൾ പോലും ആ സന്തോഷത്തിൽ ചിരിച്ച പോലെ തോന്നി. വിവാഹ മണ്ഡപത്തിൽ കണ്ണൻ താലി കെട്ടുമ്പോൾ രാധികയുടെ കണ്ണുകളിൽ കണ്ണുനീർ. ദുഃഖത്തിന്റേതല്ല, വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായ തന്റെ പ്രണയത്തിന്റേത്. അവൻ പതുക്കെ പറഞ്ഞു, ഇനി ഒരു ട്രെയിനും നമ്മളെ വേർപ്പെടുത്തില്ല. രാധിക ചിരിച്ചു. ജീവിതം വീണ്ടും മുന്നോട്ട് നീങ്ങി. ഈ പ്രാവശ്യം അവർ തനിച്ചല്ല, ഒരുമിച്ചാണ്. അവരുടെ കഥ ഇനി ഒരു ഓർമ്മയല്ല, ഒരു ജീവിതമാണ്. ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിന്റെ ജീവിതം.